ഹലോ, ഇന്ന് നമുക്ക് തക്കാളിത്തോരൻ ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഒരു 6 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഇനി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു കണ്ണാപ്പ പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ വെള്ളമായിരിക്കും. വറക്കാൻ ആവശ്യമായ അരി, അരമുറി തേങ്ങ, 2 പച്ചമുളക്, 3 ഗാർലിക് ചതച്ചത്, ഒരു സവോള. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ആദ്യം അരി വറുത്തെടുക്കാം. നല്ല റെഡ് കളറിൽ വറുത്തെടുക്കണേ, അല്ലെങ്കിൽ തക്കാളി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കുതിർന്നു പോകും. നന്നായി വറുത്തെടുക്കാം. ഇനി നമുക്ക് മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം തന്നെ മുളക് ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മുളകിൻ്റെ എരിവ് മാത്രമേ ഇറങ്ങുള്ളൂ. മുളക് അങ്ങ് അലിക്കാതിരുന്നോളൂ. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. അതിനുശേഷം സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത്ര നേരം ലോ ഫ്ലെയിമിലായിരുന്നു കിടന്നത്. ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 2 മിനിറ്റത്തേക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ശകലം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിത്തോരൻ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. അരിയുമ്പോൾ തന്നെ അത് കണ്ണാപ്പ പാത്രത്തിലേക്ക് മാറ്റിയാൽ കുറേ വെള്ളം അങ്ങനെ മാറിക്കിട്ടും. വെള്ളമൊക്കെ വറ്റി തക്കാളിത്തോരൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.